ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി വിത്ത് മഹിമ പൗർണമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് ആയിട്ടല്ല വന്നേക്കുന്നത്. കുറേ ആളുകൾക്ക് ഡയമണ്ട് ബാച്ച് എന്താണ്, എങ്ങനെയാ ഫോളോ ചെയ്യേണ്ടത് എന്ന് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മുടെ ഡയമണ്ട് ബാച്ച് എന്ന് പറഞ്ഞാൽ അത് സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. വോയിസ് ചാറ്റ് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പാണ്. നമ്മൾ സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് ഇട്ടിരുന്ന ടെലഗ്രാം ചാനൽ ഇപ്പോൾ പേര് മാറ്റിയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ബൈ മഹിമ പൗർണമി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഏതാണ്, അതിൻ്റെ നോട്ട് ഏതാണ്, എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത് മാത്രം ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കി ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുക്കുന്നു. അതേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡയമണ്ട് ബാച്ച് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതായത് LGS തൊട്ട് ഡിഗ്രി ലെവൽ വരെ ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഡയമണ്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതായത് SCRT തൊട്ട് NCRT സ്റ്റാൻഡേർഡ് ബുക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിൽ ലെവൽ 0 എന്ന് പറഞ്ഞാൽ LGS ആണ്. ലെവൽ 1 നമ്മുടെ 10th ലെവൽ 1ഉം ലെവൽ 2ഉം 10th പ്രിലിംസും മെയിൻസും ആണ്. ലെവൽ 3 ലെവൽ 4 എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവല് പ്രിലിംസും മെയിൻസും ഒക്കെയാണ്. ലെവൽ 5 അഡ്വാൻസ് ലെവലും ഉണ്ട്. ഇതിൽ ഈ ലെവൽ എന്ന് പറഞ്ഞ എവിടെയെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിന്റെ കൂട്ടത്തിൽ ലെവൽ 3 എന്നോ ലെവൽ 4 എന്നോ അല്ലെങ്കിൽ ലെവൽ 5 എന്നോ ഉണ്ടെങ്കിൽ അത് ഡിഗ്രി ലെവലുകാർ മാത്രം ഫോളോ ചെയ്താൽ മതി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ ആരും അത് ഫോളോ ചെയ്യേണ്ട. ഓക്കെ, എന്നാൽ ഒരു കോഡും അങ്ങനെ ലെവലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ക്ലാസ് ആണ് അത് എന്നാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ജോഗ്രഫി ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ 11 മണിക്ക് സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് ഇതിൽ ഏതെങ്കിലും ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ 12:30 SCRT സോഷ്യൽ സയൻസ് ആയിരിക്കും. അത് ഡിഗ്രി ലെവലുകാർ ഫോളോ ചെയ്യേണ്ട. ബേസ് തൊട്ട് പഠിക്കണം. അതായത് ഇപ്പം ഡിഗ്രി ലെവലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എന്താണ് 10th ലെവലും എഴുതാൻ പറ്റും. ചിലപ്പോൾ രണ്ടും ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അതുകൊണ്ട് SCRT തൊട്ട് അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെയും നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ SCRT സോഷ്യൽ സയൻസ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അങ്ങനെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി എടുക്കില്ല. ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന 12:30 എടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത്, അല്ലെങ്കിൽ വീക്കിലി തൊഴിൽവാർത്ത, തൊഴിൽവീതി കണക്കുള്ള മാഗസീൻസിനകത്ത് വന്ന് എന്താണ് GK പാർട്ട് നടുക്കത്തെ പേജിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് തരാറുണ്ട്. ആ ഒരു കണ്ടന്റ് പിന്നെ അവർ സ്പെഷ്യൽ ക്യാപ്സൂൾ വഴി തരാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളൂ ഈ ആഴ്ച. അപ്പോൾ അതായിരിക്കും നമ്മൾ എന്താണ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് ഹരിത മിസ് ക്ലാസ് തരും. ഹരിത മിസ് ലേൺ വിത്ത് ഹരിത എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി LSGSന്റെ മെയിൻസ് ക്ലാസ്സസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ LSGSന്റെ മെയിൻസ് ഫോളോ ചെയ്യുന്നൊരു ലേൺ വിത്ത് ഹരിത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം മിസ്സിൻ്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിൽ ലേൺ വിത്ത് ഹരിത എന്ന് തന്നെയാണ് പേര്. അപ്പോൾ അത് ഫോളോ ചെയ്ത് അതിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് പോൾസ് കിട്ടും. പോൾസ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, മോക്ക് എക്സാംസ് ചെയ്ത് നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഹരിത മിസ്സിൻ്റെ ചാനൽ വഴിയും കിട്ടും. ഇതാണ് നമ്മുടെ ഡയമണ്ട് ബാച്ചിൻ്റെ ഒരു രീതി. ഇനി എന്നൊക്കെ ക്ലാസ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് തരില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, എന്നാൽ ജോഗ്രഫി ക്ലാസ് ചിലപ്പോൾ എല്ലാ ദിവസവും കാണും. അത് മിസ്സിൻ്റെ കംഫർട്ട് അനുസരിച്ച് എടുക്കും. ഓക്കെ, ബാക്കി ക്ലാസ്സുകളൊന്നും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഒഴികെ വേറെ ദിവസങ്ങളിലൊന്നും കിട്ടൂല. ഓക്കെ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിങ്കൾ, ചൊവ്വ ദിവസം പഠിച്ചത് വെള്ളിയാഴ്ച റിവിഷൻ ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് റിവിഷൻ ചെയ്യാൻ നമ്മൾ സമയം തരുന്നതാണ്. റിവിഷൻ ഇല്ലാതെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ലാതെ പഠിച്ച് പോകാന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, തിങ്കൾ, ചൊവ്വ പഠിച്ചത് വെള്ളിയാഴ്ച റിവിഷൻ ചെയ്യുക. ബുധൻ, വ്യാഴം പഠിച്ചത് എന്താണ് ശനിയാഴ്ച റിവിഷൻ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞായറാഴ്ച നിങ്ങൾ ഒരു മോക്ക് എക്സാം ചെയ്യുക. അതായത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു നോക്കുക. അങ്ങനെ പോകെ പഠിച്ചതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു മോക്ക് എക്സാം മസ്റ്റായിട്ട് സൺഡേ നിങ്ങൾ ചെയ്തു നോക്കണം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി. അപ്പം നമ്മൾ ക്ലാസ് ഇങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പം
ഇതിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഓരോ എഡ്യൂക്കേറ്റേഴ്സ് ചിലപ്പോൾ മാറി മാറി വരും. പക്ഷേ ടൈം ടേബിൾ ഇത് തന്നെയായിരിക്കും. ഓക്കെ. പിന്നെ എക്സ്ട്രാ ക്ലാസ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഹരിത മിസ് ആയിരിക്കും വെക്കുന്നത്. ഹരിത മിസ് സെക്രട്ടേറിയറ്റിനും ക്ലാസ് തരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും ക്ലാസ് തരുന്നുണ്ട്, LSDS മെയിൻസിനും ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ടൈം മാറും. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും വരിക. പിന്നെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ എൻ്റെ NCERT ക്ലാസ് പിന്നെ ലക്ഷ്മികാന്ത് വീക്കിലി ഇത് ഇത്രയും 4 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും. ഓക്കെ. അത് ഈ സബ്ജക്റ്റ് അനുസരിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ സോഴ്സ് ഫോളോ ചെയ്യുന്നെങ്കിൽ അത് ജോയിൻ ചെയ്യാതിരിക്കുക. കാരണം രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ ഒരു സോഴ്സ് നോക്കാത്തവർ മാത്രം മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ സോഴ്സും കൂടെ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം സോഴ്സ് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ലിമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഒന്നും ഇല്ലാത്തവർ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നമ്മുടെ ഡയമണ്ട് ബാച്ചിനെ പറ്റി പറയാനായിട്ട്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. ജോയിൻ ചെയ്യുന്നവർ പഠിക്കുക. തരുന്ന റെക്കോർഡാണെങ്കിലും ലൈവ് ആണെങ്കിലും അത് കേട്ട് അന്ന് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് റിവിഷൻ ചെയ്യുക. പറയുന്ന കണക്ക് എക്സാംസ് ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം, എല്ലാ ക്ലാസ്സിനും ഫീഡ്ബാക്ക് തന്നേ പറ്റൂ. ജോയിൻ ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് തരണം. അതിപ്പോൾ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ് ആണെങ്കിലും നിങ്ങൾ ആപ്പിലല്ല, നമ്മുടെ ടെലഗ്രാം ചാനലിൽ എടുക്കുന്ന ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിൻ്റെ താഴെ ഏതാണോ ക്ലാസ്, ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് ആണെങ്കിൽ യൂട്യൂബ് ക്ലാസ്സിൻ്റെ താഴെ നിങ്ങൾ നമ്മുടെ ബ്രാൻഡാണ് ഡയമണ്ട് കേട്ടോ. അപ്പോൾ ആ ഡയമണ്ട് ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് പറഞ്ഞ സിമ്പൽ ഇടുക ചെയ്യുക. അപ്പം അത് വെച്ചിട്ടാണ് നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യുക. അറ്റൻഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 15 ദിവസത്തോളം, ഏകദേശം ഈ ഓണം അവധി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ആ ഓണം അവധി വരെ നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുക. ക്ലാസ് ഓക്കെ ആണെങ്കിൽ തുടർന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ബോട്ട്. അതിൻ്റെ ഒരു ബോട്ട് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ബോട്ട് ലിങ്ക് വഴി നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും എനിക്ക് അയച്ചു തരിക. ഇത്രയും അയച്ചു തരുന്നവർ മാത്രമേ പിന്നെ ഓണം കഴിഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പിൽ തുടരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തുടരുന്നവർക്ക് അങ്ങനെ ഫോൺ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും നമ്പരും തന്നിട്ടുള്ള പേരും തന്നിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം കറക്റ്റായിട്ട് അറ്റൻഡൻസ് വരണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇടുക. ആ കമൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ റോൾ നമ്പറുണ്ട്, റോൾ നമ്പറും കൂടെ നിങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.